ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതട്ടെ. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഇന്ന് വർക്ക് അറ്റ് ഹോം എടുത്തു. നമ്മുടെ വീട്ടിലെല്ലാവർക്കും പനിയാണ്. എല്ലാവർക്കും വെച്ചാൽ അച്ഛനും അനിയനൊക്കെ പനിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഓഫീസിൽ പോയില്ല. കാരണം അമ്മയ്ക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം തലേ ദിവസം ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അമ്മ. പിന്നെ ഉണ്ണീനെ വെച്ചിട്ട് അവരെയും നോക്കണം, എല്ലാം കൂടി നടക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ലീവ് എടുക്കാമെന്ന്. അപ്പം ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ വെച്ചിട്ടാണ് എന്താ പറയുക ഓഫീസിൽ വിളിച്ച് പറഞ്ഞ് ഞാൻ വർക്ക് അറ്റ് ഹോം ആക്കിയത് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റു, ഒന്ന് പുറത്തൊക്കെ ഒന്ന് നോക്കി. ഏകദേശം ഒരു 7:45 കഴിഞ്ഞ് ഞാൻ എണീക്കുമ്പോൾ, കാരണം തലേ ദിവസം ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. അനിയന് വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലും അങ്ങനെയൊക്കെ ആയിട്ട് അമ്മയും ഇവരൊക്കെ പോയി. പിന്നെ ഞാനും ഉണ്ണയും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുകയൊക്കെ ചെയ്തപ്പോൾ ഉറക്കമൊക്കെ പോയി. കുറച്ച് നേരം അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നലത്തെ ഉറക്കം പ്രോപ്പർ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ്, 7:45 8 മണി ആകുമ്പോഴാണ് ഒന്ന് പുറത്തേക്ക് എണീറ്റ് വന്നത്. എന്നിട്ട് ഞാൻ പുറത്തൊന്ന് പോയി വന്ന് ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം മുടിയിൽ എണ്ണയൊക്കെ ഒന്ന് തേച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ണി വാശിയൊക്കെ പിടിച്ചിട്ട് ഞാൻ ഉണ്ണിയുടെ കൂടെ വേഗം കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം ക്ലീനൊന്നും ചെയ്തില്ല, നേരെ അങ്ങനെ കിടന്നു. പിന്നെ മാത്രമല്ല, അമ്മ വിനുവിന് കഞ്ഞിയും ഇതൊക്കെ കൊടുത്തിട്ട് ആ പാത്രമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ടേബിളൊന്ന് വൃത്തിയാക്കി. നമ്മൾ ഇങ്ങനെ വീട്ടിൽ എല്ലാവർക്കും അസുഖം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വീട്ടിലെ അറ്റ്മോസ്ഫിയറും ഒരു ആകെ റഷായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിലൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും. അപ്പോൾ ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഒരു മൈൻഡ് ക്ലിയർ ആവണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. ഞാൻ വേഗം അവിടെ ഫസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. എന്നിട്ട് തലേ ദിവസമുള്ള പാത്രം ഒക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് ആക്കി വെച്ചു. എന്നിട്ട് നമ്മൾ തലേ ദിവസം അമ്മ ഒരു ഉപ്പേരി കൂട്ടാൻ രാത്രി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും പിന്നെ വിനുവിന് പുലർച്ചെ കഞ്ഞി റെഡിയാക്കി കൊടുത്തു. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഞാൻ നൈഷമ്മ കൊടുന്ന് വെച്ചു. അപ്പോൾ തന്നെ നമ്മൾ ബബ്ലു എണീറ്റു കേട്ടോ. അപ്പോൾ തലേ ദിവസം വിനുവിന് തീരെ വയ്യാണ്ടായി. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇടുകയൊക്കെ ചെയ്തു. പിന്നെ അവന് വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഒരു കഞ്ഞി ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഉണ്ണി നീറ്റപ്പോൾ ഞാനും ഉണ്ണിയും കൂടി പോയിട്ട് പാലൊക്കെ എടുത്തു കൊടുന്നു. അങ്ങനെ അതേ അവൾ നൈഷമൊക്കെ വെച്ചിരുന്നു. അങ്ങനെ ബബ്ലു അവിടെ സീറ്റാക്കി എന്താ പറയുക, അവളെ ഒരു ടി വി വെച്ച് അവളവിടെ ഇരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കലത്തിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ട് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാലെടുത്തിട്ട് അമ്മയ്ക്കും അച്ഛനും എനിക്കുമുള്ള ഒരു ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായ റെഡിയാക്കാണ്. പിന്നെ ഞാൻ അവിടെയുള്ള എന്താ പറയുക, നമ്മുടെ ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കലം വെക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെണ്ണൂറൊക്കെ വാരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെണ്ണൂറ് വാരി വെച്ച് ഒരു വിധം സെറ്റാക്കിയതിന് ശേഷം നമുക്ക് വെള്ളം നിറച്ചിട്ട് അതും നമ്മുടെ തീ കത്തിച്ച് കഴിഞ്ഞാൽ ആ പരിപാടി അവിടെ വെള്ളം തിളയ്ക്കുമ്പോൾ അരി ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതേ ചായപ്പൊടി ഇട്ട് ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു ആ സമയത്ത് കേട്ടോ. ഇപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വീഡിയോ എടുത്തത് ഇന്നലെയാണ്. പിന്നാണ് വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാൻ എന്താ പറയുക വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ചായ വെച്ചതിൻ്റെ ഒപ്പം നമ്മൾ ഒരു പൊട്ടാറ്റോ കറി വെക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഒരു 4 ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് കുക്കറിൽ വെച്ചു.
അപ്പോൾ ചായ റെഡിയായപ്പോൾ എനിക്കും അമ്മയ്ക്കും അച്ഛനുള്ള ചായ ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഈ കുഞ്ഞു പിള്ളേരുള്ള അമ്മമാർക്കറിയാം, നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ അവർ നമ്മളെ പിന്നാലെ നിന്ന് വിട്ടു മാറില്ല. അപ്പം ഞാനാണ് ഓഫീസിൽ പോകാതെ ലീവ് എടുത്തു കഴിഞ്ഞാൽ ബബ്ലു ഫുൾ ടൈം എൻ്റെ കൂടെ. അപ്പോൾ ഇടയിൽ വന്ന് തട്ടും മുട്ടൊക്കെ ചെയ്തിട്ട് ചായ ഇടയ്ക്ക് പോകണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവർക്ക് ചായയൊക്കെ കൊണ്ടുകൊടുത്ത് ഞാനും ഒരു ചായയൊക്കെ കുടിച്ചു വെല്ല ഓരോ പണികൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കലത്തിൽ വെള്ളം എടുത്തു. അത് കഴിഞ്ഞിട്ട് തീ കത്തിക്കാൻ നിൽക്കുകയാണ്. തീ കത്തിച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് അരിയിടാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിക്കുള്ള പരിപാടികൾ നോക്കാമല്ലോ. പിന്നെ ഞാൻ നേരെ പോയി ബബ്ലുവിന് കുറച്ച് കഞ്ഞി എടുത്തു കൊടുത്തു. എന്നിട്ട് ഞാൻ നേരെ നമ്മുടെ ഉരുളൻകിഴങ്ങ് അവിടെ ആവുന്നുണ്ട്. അപ്പം ഞാൻ വേഗം നമ്മുടെ സവാളയും അതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി പച്ചമുളകൊക്കെ നന്നാക്കി വയ്ക്കാമെന്ന് കരുതി. നന്നാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകാൻ വെച്ചു. ചൂടായി വന്നപ്പോൾ നമ്മളെ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഉള്ളി അതുപോലെ തന്നെ സവാളയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഒന്ന് ചതച്ചെടുത്തു. ഉരുളിയിലിട്ട് തന്നെ ചതച്ചെടുത്തു. അപ്പോൾ അതും അതിൽ ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്.
അപ്പോൾ അതൊന്ന് ആകുമ്പോഴത്തേനും ഞാൻ നേരെ നമ്മുടെ ഉരുളൻകിഴങ്ങ് ആയതെടുത്തിട്ട് അതിൻ്റെ തൊലി പൊളിച്ച് വെക്കുകയാണ്. എന്നിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ട് ഉടച്ചിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആയിക്കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഈ സ്മാഷ് ചെയ്തെടുത്തും കൂടിയും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കുള്ള കറി റെഡിയാവും കേട്ടോ. അങ്ങനെ കറി റെഡിയായി. കറി ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ അരിയൊക്കെ കഴുകി അരിയും നമ്മുടെ കലത്തിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ നേരെ പോയി ചപ്പാത്തിക്കുള്ള പൊടി കുഴച്ചു. എന്നിട്ട് ചപ്പാത്തിക്കുള്ള മാവ് റെഡിയായപ്പോൾ നേരെ ചപ്പാത്തി പരത്താണ് ചെയ്തത്. അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തി റെഡി ആയപ്പോൾ ഞാൻ നേരെ ചുടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് ചപ്പാത്തി ആവശ്യമുള്ളൂ. കാരണം വിനുവിന് കഞ്ഞി മതി. അച്ഛനും എനിക്കുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ ഉണ്ണിക്കും. പിന്നെ അമ്മ മില്ലറ്റാണ് കഴിക്കുന്നത്. അമ്മയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം മില്ലറ്റ് കഴിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ചുടുന്നുണ്ട്. ചുട്ടിട്ട് ഉണ്ണിക്കും അച്ഛനുള്ളത് സൈഡിൽ കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു, ചൂടോടെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം തന്നെ നേരം വൈകിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞോളൂ, നേരം വൈകിട്ട് എണീറ്റ്. പിന്നെ തലേ ദിവസം അമ്മ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. വിനുവിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അമ്മ കുറച്ച് നേരം കിടക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഓൾറെഡി 10 മണി ഒക്കെ ആയി. ചപ്പാത്തി ഇതൊക്കെ ഒന്നായി വരുമ്പോഴത്തേനും അങ്ങനെ എല്ലാം റെഡിയാക്കി അച്ഛനും ഉണ്ണിയും കഴിക്കുന്നുണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഞാനും ചപ്പാത്തി പരത്തലും ചുടലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതോടുകൂടി കഴിയും കേട്ടോ. പിന്നെ അമ്മ എണീറ്റിട്ട് ഇതിലേക്കുള്ള കറി റെഡിയാക്കുകയാണ്. അപ്പോൾ സൈഡിൽ നമ്മുടെ ബബ്ലുവിന് ഞാൻ ചപ്പാത്തി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ വന്നിട്ട് കറി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. ഉരുളൻകിഴങ്ങ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് കഷ്ണങ്ങൾ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അവൾ വന്ന് എൻ്റെ നിന്ന് മേടിച്ചിട്ട് പോയി. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് കോണിൽ നിന്ന് ഇരുന്നിട്ട് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് നമ്മുടെ ബീൻസിലേക്ക് കുറച്ച് തേങ്ങ വേണമെന്ന് പറഞ്ഞപ്പോൾ തേങ്ങ ചിരവി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഉണ്ണീനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് അവൾക്ക് കുറച്ച് പൗഡറും ഒക്കെ ഇട്ട് കൊടുത്ത്. അവൾക്ക് അങ്ങനെ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പം ഞാൻ അതൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ. രസണ്ടാ ബബ്ലു? രസണ്ടാ? ആരുണ്ട്? സൂപ്പറായിണ്ടാ? ഓക്കേ. നമ്മുടെ വീണ് നല്ല പനിയായിട്ട് അവിടെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ നേരെ നമ്മളെ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി എന്നിട്ട് നേരെ തുടയ്ക്കാൻ നിന്നു. അപ്പോൾ മഴയൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ടായിരുന്നു ആ നേരത്തെ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ബബ്ലു ഇടയിൽ കൂടെ വന്നിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് പോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് കാണുന്നത് അവൾ ഇങ്ങനെയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ എന്ന്. അതേ ഞാൻ തുടച്ചു. അത് കഴിഞ്ഞിട്ട് അവളെ വല്ല നൈസായിട്ട് ഉള്ളിലേക്ക് ആക്കി കേട്ടോ. പിന്നെ ഞാൻ വീട് മൊത്തം തുടച്ചതിന് ശേഷം ഞാൻ ബബ്ലുവിനെ കിടത്തി ഉറക്കി. എന്നിട്ട് ഞാൻ നേരെ പോയി കുളിച്ചു കേട്ടോ. പിന്നെ കുളി കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ നല്ല ബീൻസ് ഉപ്പേരിയും അതുപോലെ തന്നെ പരിപ്പ് കൂട്ടാനും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ ബീൻസ് ഉപ്പേരിയും ചോറെടുത്ത് അതുപോലെ തന്നെ നമ്മുടെ അച്ചാറുണ്ടായിരുന്നു, നാരങ്ങ അച്ചാർ. ഇതും അമ്മ ഇട്ടതാണ്, കുറച്ച് ദിവസമായിട്ടുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റാണത്. അപ്പോൾ അതും കൂട്ടിയിട്ട് നല്ലൊരു ഉച്ചയൂണ് കഴിക്കുകയാണ്. ഇത് ഞാൻ രാവിലെ എടുത്ത് വെച്ച നമ്മുടെ തലേ ദിവസം ഉണ്ടാക്കി വെച്ച ഒരു ഉപ്പേരിയാണ്. ഉരുളൻകിഴങ്ങും അതുപോലെ തന്നെ കായും ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതെടുത്തിട്ട് കഴിച്ചു. അപ്പോൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞപ്പോൾ അമ്മ കുറച്ച് നമ്മുടെ ഉപ്പേരി തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അമ്മാമ്മയ്ക്ക് കൊണ്ടുകൊടുക്കാനാണ്. ഞാനത് കൊണ്ടുകൊടുക്കാൻ റെഡിയായി അങ്ങോട്ട് നടക്കുമ്പോഴാണ് ഉണ്ണി എണീറ്റത്. അപ്പം അമ്മയുടെ അടുത്ത് ഉണ്ണീനെ ഏൽപ്പിച്ചിട്ട് നേരെ ഞാൻ ഉപ്പേരി കൊണ്ടുകൊടുക്കാൻ പോയി. വേഗം വന്നിട്ട് അവൾക്കൊരു ഉണക്കമുന്തിരിയൊക്കെ എടുത്തു കൊടുത്തു. ഇഷ്ടമായ? പിന്നെ ഞാൻ അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഓഫീസിലത്തെ വർക്ക് അറ്റ് ഹോം എടുത്തതാട്ടോ. എന്നിട്ട് ആകെ ഞാൻ വർക്ക് ചെയ്തത് അരമണിക്കൂറാണ്. ഇതാണ് പ്രശ്നം. നമ്മൾ വീട്ടിൽ വർക്ക് അറ്റ് ഹോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഉണ്ണികളുണ്ടെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോൾ വർക്കൊക്കെ കുറച്ചൊക്കെ എന്താ പറയുക, അത്യാവശ്യം വേണ്ടത് അയച്ചു കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇടയിൽ വിഷ്ണു വിളിക്കുന്നുണ്ടായിരുന്നു, വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വർക്കൊക്കെ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കോളും ചെയ്ത് അത്യാവശ്യം വേണ്ട ഒരു വർക്ക് ചെയ്ത് കൊടുത്തിട്ട് നേരെ പിന്നെ കുറച്ച് നേരം ബബ്ലുവിനെ നോക്കി അവളുടെ കാര്യങ്ങൾ നോക്കി അങ്ങനെയൊക്കെ ആയിട്ട് വൈകുന്നേരം ഒരു വിധം എത്തിച്ചു. ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോൾ
അമ്മ കുളിക്കാൻ പോകുമ്പോൾ ഉണ്ണീനെ എന്നെ ഏൽപ്പിച്ചു. അപ്പം ഞാൻ ഉണ്ണീനെ നോക്കിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം അമ്മ അടിച്ചു വാരി തന്നപ്പോൾ വേഗം തുടച്ചു. അപ്പോൾ അമ്മ വിളക്കൊക്കെ വെച്ചു. അപ്പം ഞാനൊരു കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ വയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് വന്നു. കുറച്ച് എന്താ പറയുക, പഴം വേണം, പിന്നെ പഞ്ചസാര, ശർക്കര, നമ്മുടെ ബബ്ലുവിനും ബിസ്ക്കറ്റ് വേണം. അപ്പോൾ ബിസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോയതാണ്. അപ്പോൾ വന്നതിന് ശേഷം ഞാൻ പഞ്ചസാരയൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ട്, ആ പാത്രത്തിലാക്കി വെക്കുമ്പോൾ ഫോൺ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ എൻ്റെ പുത്രി വന്നിട്ട് തട്ടിയിട്ടു. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പാത്രങ്ങൾ കഴുകാനെടുത്തു. അപ്പോൾ ഈ പരിപാടി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ്, പാത്രം കഴുകൽ. പക്ഷേ ഇപ്പോൾ ഞാൻ മടുത്തൊരു പരിപാടിയാണ് ഈ ഒരു പാത്രം കഴുകൽ. പക്ഷേ ഞാൻ ഇപ്പോൾ അതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടാൻ വേണ്ടിയുള്ള കുറച്ച് മെത്തേഡ്സൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫസ്റ്റ് ഞാൻ നല്ല കുണ്ടുള്ള പാത്രങ്ങളൊക്കെ ആദ്യം ഇങ്ങനെ മാറ്റി വയ്ക്കും. പിന്നെ പ്ലേറ്റ്സ്, മൂടി, അതൊക്കെ ഒരു ഭാഗത്ത് വയ്ക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ തവി, അതായത് സ്പൂണ് കാര്യങ്ങളൊക്കെ, കയ്യിൽ കാര്യങ്ങളൊക്കെ വേറെ മാറ്റി വയ്ക്കും. അപ്പോൾ ഫസ്റ്റ് ഡിഫിക്കൽട്ടുള്ള കാര്യം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് റിലീഫാവും, എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞല്ലോ. അപ്പം ഞാൻ ആദ്യം കുണ്ടുള്ള വലിയ പാത്രങ്ങളൊക്കെ ആദ്യം കഴുകി വയ്ക്കും. എന്നിട്ട് പിന്നെ നമ്മുടെ മൂടികളും പ്ലേറ്റൊക്കെ കഴുകി വയ്ക്കും. പിന്നെ സ്പൂണ് കാര്യങ്ങളൊക്കെ കഴുകി വയ്ക്കും. അപ്പോൾ വേഗം പണികൾ കഴിയണ പോലെ തോന്നും. പിന്നെ അതിലും ഒരു മെത്തേഡ് കണ്ടുപിടിക്കും. നമ്മൾ എഞ്ചിനീയേഴ്സ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണിക്കണമല്ലോ, മെത്തേഡ്സും എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, ഈ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ മടിയുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും. അപ്പോൾ ഭയങ്കര രസമായിരിക്കും. നമ്മളെ കിച്ചണിൻ്റെ പരിപാടിയാണെങ്കിലും ഫണ്ണായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ പാത്രങ്ങളൊക്കെ അങ്ങനെ ഒതുക്കി കഴുകി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ ദിവസമായി ഞാൻ നമ്മുടെ ഉള്ളിക്കൊട്ടൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ ആ ഒരു പാത്രം ഇതിൻ്റെ ഇടയിൽ കൂടെ കഴുകി. അപ്പോൾ വീട്ടിലെല്ലാവരും ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തലേ ദിവസത്തെ അന്നത്തെ നമ്മുടെ കഞ്ഞിക്കലം കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഒക്കെ നേരം വൈകി. അപ്പം ഞാൻ ആ പരിപാടിയും കഴിച്ചു വെച്ചു. അപ്പം നമ്മൾ ഉള്ളിക്കൊട്ടൊക്കെ ഒന്ന് കഴുകി, അതുപോലെ മിക്സിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചു. എന്നിട്ട് പിന്നെ ആ ഒരു ഡെസ്കുമ്മലാണ് നമ്മൾ വെക്കുന്നത്. ഇവിടെ അത്ര എന്താ പറയുക, സ്ഥലമില്ല, എല്ലാം ഇങ്ങനെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഉള്ള സ്ഥലത്തിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴുകി പേപ്പറൊക്കെ വിരിച്ച് ഉള്ളി സെപ്പറേറ്റ് ഒരു കവറിലാക്കി, അതുപോലെ തന്നെ ചെറിയുള്ളി വേറൊരു ഇതിലാക്കി, പിന്നെ നമ്മളെ സവാളൻ, പൊട്ടാറ്റോ, പച്ചമുളകൊക്കെ ഫസ്റ്റ് കിട്ടുന്നതോടെ തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ പാക്കറ്റിലുള്ള കുറച്ച് സാധനങ്ങൾ അത് താഴ്ത്തി വെച്ചു. പിന്നെ ഇത്ര ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫുൾ ഡേ മൈ ലൈഫ് ഇഷ്ടമായി വിചാരിക്കും.